ഞങ്ങളും കൃത്യമായി തിരിച്ചടിക്കുമെന്ന് UAE പ്രസിഡന്റ് പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞില്ല ആദ്യ മരണം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ മരണം UAEയിൽ സംഭവിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയും മേഖലയിൽ ആക്രമണം തുടർന്നിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട് മറുപടി നൽകുന്നതിന് പകരം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ പ്രതികാരം തീർക്കുകയാണെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതോടെ ഗൾഫ് മേഖലയിൽ കടുത്ത പ്രതിസന്ധിയും ആശങ്കയുമാണ് തുടരുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാന പ്രതീക്ഷകൾ പൂർണ്ണമായും അകലെയാക്കി യുദ്ധം രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ആക്രമണം തൽക്കാലം നിർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ വാക്കുകൾ മണിക്കൂറുകൾക്കകം ഇറാൻ സേന തന്നെ കാറ്റിൽ പറത്തി എന്നതാണ് വസ്തുത. ഇറാന്റെ പുതിയ ആക്രമണത്തിൽ ദുബായിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദുബായിലെ അൽ ബർഷയിൽ ഡ്രോൺ അവശിഷ്ടം വാഹനത്തിൽ പതിച്ച് ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ UAE ഇറാന്റെ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 4 വർദ്ധിച്ചു. അതിനിടെ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ലെന്നതാണ് റിപ്പോർട്ട്. അതേസമയം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കിടയിൽ തങ്ങൾക്ക് നേരെ വന്ന 7ഓളം ഡ്രോണുകൾ തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷവും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടരുകയാണ്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിലൂടെ പ്രതികാരം തീർക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ മേഖലയിലെ സമാധാന അന്തരീക്ഷം കൂടുതൽ തകർക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രസിഡന്റിന്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞ ഇറാൻ സേനാ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അമേരിക്കൻ താവളങ്ങൾക്കു നേരെയുള്ള ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. ഇതോടെ ഗൾഫ് മേഖല സമാധാനങ്ങളില്ലാത്ത യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചത് യാത്രക്കാരിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അബുദാബിയിലെ US വ്യോമതാവളത്തിൽ ഇറാൻ ഡ്രോണുകൾ പതിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ US സഖ്യത്തിന്റെ ബോംബാക്രമണം ഇന്നലെയും തുടർന്നു. എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് അവരുടെ നഗരങ്ങളിലും ഇറാൻ മിസൈലുകൾ പതിക്കുകയും സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കൻ ലബനനിലെ നിബിചിത് പട്ടണത്തിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. യുദ്ധം വരും ദിവസങ്ങളിലും തുടരുമെന്ന ശക്തമായ സൂചന നൽകിക്കൊണ്ട് ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കാൻ US പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകി. ഇതിനിടെ പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യം ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു തുടങ്ങി. ആഗോള വിപണിയിൽ ഇന്ധന വില കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ US ക്രൂഡ് വില റെക്കോർഡ് വർധനവിലാണ് എത്തി നിൽക്കുന്നത്.